കറിക്കരക്കും കറിയാ ചേട്ടൻ നീട്ടി തുപ്പും നാണി താത്തി നെയ്ച്ചോർ വെക്കും നസിയിടുമ്മ അച്ചു കുട്ടൻ തത്തക്കുഞ്ഞ്. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. ഞാൻ എടുക്കണോ അവനെ? അവൾ എടുത്തപ്പോ എവൾക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം. ആ അങ്ങനെ തന്നെ അവർക്ക് പലതും തോന്നുന്നുണ്ട്. ഇവിടെ കുഞ്ഞായ കൊള്ളാൻ തോന്നുന്നുണ്ട്. നോക്കി കാരണം അടുത്ത കയറിക്കോളൂ എല്ലാവരും. ഇല്ലുമോളെ ഇവനൊന്ന് പിടിച്ചടിച്ച് വണ്ടി പിടിച്ചോളൂ നീ. നമ്മളടുത്ത് മടി എടുത്തില്ല മക്കളെ മക്കളെ മടി എടുക്കരുത്. ആളെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ എവിടെയെങ്കിലും ഒരിടത്ത് നീ ഇത് ആടിയത് പറയൂ ഇത്. ഇവിടെ വാടാ, നീ ഇവിടെ വാടാ, വാ. പിന്നല്ല നീ വാടാ. എനിക്ക് സ്നേഹമില്ലേ? ആ അവൾക്ക് എന്തുകൊണ്ടെന്ന് അല്ല ഡ്രൈവറെ പോവാ സാറേ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, രണ്ടാളൂടെ വരാനുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. അതെന്താണ്? അല്ല സാറേ, ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി അവരോട് വന്നിട്ടേ നമുക്ക് ബോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നെ നിങ്ങൾ അവരെ പെട്ടെന്ന് വരാൻ പറയും. അവരാ ഇപ്പോൾ വരും സാറേ, ഇപ്പോൾ വരും. ഇവരാണോ പറഞ്ഞേ? ആ സാബു വാ. എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷിച്ച് ഉല്ലസിച്ച് അങ്ങ് പോവാം. നമസ്കാരം. അയ്യാ ഷർട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എടുത്തത്. നമ്മൾ അങ്ങോട്ട് ഇരിക്കാം. ഇപ്പൊ പലർക്കും ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. ശരിയാ അളിയാ, അങ്ങോട്ട് ഇരിക്കാം. അങ്ങോട്ടു നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത പ്രാവശ്യം പോയാലോ? എന്തിന്? അവർ പോട്ടെ, നമ്മളെ പ്രൈവസി. അല്ലെ ബോട്ടിൽ ഇത്ര പേര് വേണമെന്നുണ്ട് മിനിമം, എങ്കിലും ബോട്ട് എടുക്കൂടെ അവര്. രാവിലെ ഒരു ട്രിപ്പേ ഉള്ളൂ. ചേട്ടാ വണ്ടി എടുത്തോ. ശകലോക്കിൽ ഉളുപ്പ് വേണ്ടേന്നേ ഉണ്ടെങ്കിൽ ഈ നമ്മൾ കുടുംബമായിട്ട് പോയിന്റ് ഇടയ്ക്ക് വന്ന് കയറുമോ? ആര്? ആ പൂരാടൻ ശശിയും സാബു. എന്റെ ദൈവമേ, അത് കഴിഞ്ഞല്ലേ. അവര് എല്ലാ പ്രശ്നം ഉണ്ടാക്കി അവര് മര്യാദക്ക് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, അത് വിട്. എടീ, ഇപ്പം നമ്മളാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുടുംബം യാത്ര ചെയ്യണം, അവരെ സന്തോഷം അങ്ങനെ പോണതിൻ്റെ ഇടയിൽ നമ്മൾ പോയാൽ ഞാനായിട്ടാണെങ്കിൽ പറയും അയ്യോ വേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളെ കുടുംബത്തിനിടെ ഞങ്ങൾ എന്തിനു വന്ന് കയറണം. ഇത് നാണോ മാനോ ഉളുപ്പില്ലാതെ വന്നങ്ങ് കയറണം അതിനകത്ത്. എന്റെ ക്ലീറ്റോ ചേട്ടാ അവരിവിടെ താമസിക്കണതല്ലേ, അപ്പൊ അവര് വരത്തില്ല നമ്മുടെ കൂടെ. അതുകൊണ്ട് അത് താമസിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ കൂട്ടത്തിൽ പറഞ്ഞത്? നമ്മുടെ ഫാമിലി അല്ലേ, കുടുംബമല്ലേ, അതിൻ്റെ ഇടയിൽ കയറി വന്ന് വരവേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് ചിലവന്മാർ കയറണല്ലോ ഗൂഢാലോചനയാണോ? എടാ ഞാൻ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ പറയാം. അതായത് ഈ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഇത്രയും ഫെസിലിറ്റീസൊക്കെ കിട്ടുള്ളൂ.
നമ്മൾ പൈസ കൊടുത്ത് താമസിക്കുകയാണെങ്കിൽ മൊത്തം പ്രശ്നത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നീ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് അവർ ചുമ്മാ അല്ല നമ്മളെ നറുക്കെടുത്തത്. അവർ നറുക്കെടുത്തതിന്റെ പിന്നിൽ വേറെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അവർക്കുണ്ട്. ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവരെ വിളിച്ചേക്കുന്നത്. അല്ലേ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്റെ ക്ലീറ്റോ, എന്റെ പൊന്ന് ക്ലീറ്റോ, വിട് ക്ലീറ്റോ, മതിന്ന്. എനിക്കങ്ങനെ വിടാൻ പറ്റില്ല. വേറെ വല്ലതും പറയണേ. ഇവിടെ രാത്രി ആകുമ്പോ ഒരു പാട്ടൊക്കെ വെച്ച് തരും, കളിക്കാനൊക്കെ പറ്റും. എടി ലില്ലി, നീ ഒരു ഡാൻസ് കളിക്കണോട്ടോ. എന്റെ പൊന്നേച്ചി എനിക്ക് തീരെ വയ്യ. ആ ഡാൻസ് പരിപാടി ഇരുന്നപ്പോ തൊട്ട് വയ്യാതായി. അല്ല ഇപ്പൊ വെയിലും കൂടെ കൊണ്ടുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യ. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ പാടില്ല. എന്തിനീ കുശുമ്പ ദുഷ്ടത്തിലും പറയണേ? RDPയുടെ പൂരാട ശശി എന്ന് പറഞ്ഞുണ്ടല്ലോ, അവൻ വെറും ലോക്കൽ ഗുണ്ടയാണ്. തമ്മിത്തല്ലും മുകുലിത്തല്ലും ചന്തയിൽ കയറി ഇറങ്ങി പൈസ പിരിവും അങ്ങനെ നടന്നവനാണ്. ഇപ്പൊ വലിയ നേതാവായി. നാളെ അവൻ ചിലപ്പോൾ മന്ത്രിയാവും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൻ്റെ നടപ്പ്. പിന്നെ മറ്റവൻ സാബു എന്ന് പറയണ പൈസ കൊടുത്താണ് ഇലക്ഷന് ജയിച്ചത്. ഇതൊക്കെ എനിക്കറിയാം. ഇനി അവനൊക്കെ എന്ത് കോപ്പായാലും ഞാൻ അവനെ ഒന്നും വകവയ്ക്കാനില്ല. തൻ ചിത്തിര ചോതി മൂലം പൂരൂരിട്ടാതി എന്തൊരു പേര് ഇത്? പൂരാടം അല്ല മച്ചമ്പി, ഈ എന്നോടാ പറഞ്ഞോ. കഷണ്ടിക്ക് ഇപ്പം മരുന്ന് കണ്ടുപിടിച്ചില്ലേ? ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ പിന്നെന്താണ് അസൂയക്ക് മരുന്ന് കണ്ടുപിടിക്കാത്തത്? അത് പാടാ. ഇങ്ങനെയുള്ളവരുള്ളിടത്തോളം കാലം പാടാം. അല്ല ഞാൻ ഒരു കാര്യം പറയാം. വൈകുന്നേരത്തെ പരിപാടി നമ്മൾ കുടുംബമായിട്ടിരിക്കണതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അലമ്പം പറഞ്ഞ് വരുമെങ്കിൽ എൻ്റെ വിധ മാറും. അപ്പം ക്ലീറ്റോ ആരാണെന്ന് അറിയും. വൈകിട്ട് അടിച്ചു പൊളിക്കണമെങ്കിൽ അടിക്കാൻ വല്ല വേണ്ടേ? അത് വേണ്ടേ? റൊണാൾഡേ, നീ തീരെ ഇതായി കഴിഞ്ഞാണല്ലോ നോക്കൂല, ഞാൻ അടിക്ക് പൊളിക്കുന്നില്ല. അവൻ എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞ? അവൻ എന്താ പറഞ്ഞത്? എൻഗേജ്മെന്റിന് വന്നിട്ട് പറഞ്ഞോ അടിക്കാതെ. ക്ലീറ്റോ, ഡാഡിക്ക് അടി കിട്ടൂന്ന് പറയേ. അടി കിട്ടൂന്ന് പറ. നീ നടങ്ങ്. കേട്ടാ? അടി കൊടുക്കണമെന്നാണ് അവൻ പറയണത്. അങ്ങനെയാണ് കൊച്ചു പറഞ്ഞത്. എന്റെ കൊച്ചു അങ്ങനെയൊന്നും പറയൂല. മനുഷ്യനെ ഒരു രീതിയിലും ഇത്രയും വെയിലും കൊണ്ട് അവിടേക്ക് പോയി കറങ്ങിട്ട് കുറച്ചേരം കിടന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയില്ല നോക്കി ചുമ്മാ അങ്ങോട്ട് മാറി പോയല്ലോ. അങ്ങനെയൊന്നും സന്തോഷിക്കാനൊന്നും ഞാൻ വലിയ പുണ്യാത്മാവൊന്നുമല്ല. അവരടിച്ചിറക്കും. ഇങ്ങോട്ട് വന്നേ നിങ്ങൾ. ഞാൻ സമയം കിടക്കട്ടെ. ഇവരൊന്ന് ഉടുപ്പൊക്കെ മാറ്റി ഞാൻ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നല്ല സയ്യോ ഉടുപ്പൊക്കെ മാറാനുള്ള പ്ലാനിങ് ആണത്. പോയി റെസ്റ്റ് എടു. അങ്ങനെയുണ്ടോ പച്ചമ്പിമാര്? ഒരാൾ കഴിക്കത്തില്ല, ഒരാൾ കഴിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. നീ അവൻ്റെ മുമ്പ് പോയി ചാടി കൊടുക്കല്ലേ? അവൻ വല്ലതും വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ നിങ്ങളാരും ചെയ്യുന്നേ. അമ്മ കളിച്ചോ അങ്ങോട്ട്. കൊച്ചിനെ കൊടുക്കണോ? തുടങ്ങും. അഭിനയിക്കും. പിന്നെ അതൊക്കെ എനിക്കറിയാം. ശ്രദ്ധിക്കണം. അവള് പറഞ്ഞ റൊണാൾഡോ അങ്കിളിനെ കൊടുക്കാൻ. അല്ല, എനിക്ക് പറയാനുള്ള കോൺസെൻട്രേഷൻ പോയി ഇരിക്കത്തേ ഇല്ല. കാണിക്കട്ടെ. ഒരാളെ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ പറയും, ഞാൻ കാണിക്കണ നിങ്ങൾ പറയണം. ഞാൻ കൊറേ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മലയാളം മാത്രമേ ഇന്നലെ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു. വാളും പരിചയം. യുദ്ധം. വെട്ട് വേട്ട. കൊത്ത് പടവേട്ട. കുതിര ബാഹുബലിയാ? അല്ല, ഞാൻ ചോദിച്ചത് മലയാളം പടമാണോ? മലയാളോ? പുതിയ പടമാണോ പഴയ പടമാണോ? അതറിഞ്ഞോടാ. നീ എന്തിനടി പിന്നെ സിനിമ തന്നെയാണോ? നടൻ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, സത്യൻ, നസീർ? അല്ല, ഒന്നുമല്ല. പണ്ടത്തെ കഥയാണോ? മൃഗങ്ങളുടെ സിനിമയാണോ? വെട്ടും കുത്തും. യുദ്ധമാണ്. പാ വിരിച്ച് കിടന്നുറങ്ങി. മക്കളൊരു കാര്യം ചെയ്യും. ഈ മുദ്രയുടെ ആക്ഷനെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരാളെ നമ്മളെ കുടുംബത്തുള്ളു. എന്റെ ലില്ലി. ലില്ലി വിളിച്ചോണ്ടോ? ഇപ്പൊ വരല്ല. ഇന്നത്തെ ഡാൻസിന്റെ ക്ഷീണം കാരണേ അവളുണ്ടെങ്കിൽ ഇത് ഇപ്പൊ പറഞ്ഞു. ശരി, പടക്കുതിര. എടി, പടക്കുതിര എന്ന സിനിമ ഏത് സിനിമയുടെ അത്? 89 ഇറങ്ങിയ പടം. എന്തോന്നറിയാ നാടകോ? നമ്മളിങ്ങനെ നമ്മളൊരു സിനിമയുടെ പേര് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും. അപ്പൊ നമ്മളിങ്ങനെ പറയണം. പെങ്ങൾക്ക് പറ്റും കാണിത്. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ കുടുംബമായിട്ട് വന്നൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ചെയ്തോളൂ. ഇതാ പൊന്നളയാ, നമ്മളും ഓരോ കുടുംബത്തിലുള്ള തന്നെ. നീ സൗഹൃദമായിട്ട് സംസാരിക്കണം. എന്തോന്ന്? ശരി, നീ ശരി. പെങ്ങള് ചെയ്.
നമ്മളെ കൂടാ നമ്മളെ കൂടാ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം. നമ്മളെ കൂടാന്ന് ലാലേട്ടായി തങ്കത്തിന്റെ മോഹൻലാലിന്റെ സിനിമ മോഹൻലാലിന്റെ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലിന്റെ സിനിമ പകുതി മോഹൻ സുരേഷ് ഗോപി ലാൽ ലാൽ സലാം ലാൽ സലാം അതെങ്ങനെ ശരിയാ ആ മോഹൻലാലും അതെ ശരിയായാലും ഇല്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കളിക്കണമായിരുന്നു നിങ്ങൾ. ഈ കൂട്ടത്തില്ലേ സത്യം പറഞ്ഞുണ്ടല്ല ഒന്നും മനസ്സിലാകാത്തത് അവനായിരിക്കും. കാരണം ലോകം വരെ ഇല്ല. പക്ഷേ ഈ ലാൽ സലാം എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. എന്നിട്ടാണ് നമ്മുടെ കയറി ചോറിയാണ് വേണതാകളുടെ സിനിമ കളിയാ ലാൽ സലാം. ലാൽ സലാം അതന്നെ നല്ല പടം. അത് ഇഷ്ടപ്പെടൂല. ഇനി മോള് ചെയ്യും. മക്കളെ ചെയ് നമ്മളും കൂടാ. നമുക്കും പറയാൻ അവസരം തരണേ. ഞാൻ എന്റെ ഹൃദയം ഹൃദയം നാളെ മനസ്സ് മനസ്സില്ല. ഹൃദയത്തിന് വേറൊരു പേരാ. കൈ സംഭവം നാളെ നാളെ കാതൽ പ്രേമം ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയില്ലേ ക്ലീറ്റോ? മറ്റേ അവര് പറഞ്ഞു ശരിയല്ല പറയാൻ പാടില്ല. ഇവിടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയടാ. ഓടും റാണി പ്രിയനോട്ടത്തിലാണ്. മോളെ ചെയ് അടുത്തത് അടുത്ത കാണിച്ചോ ആ ഞാൻ ഇപ്പൊ നടത്തു കൊള്ളാം. കാണിച്ചോ. മോഹൻലാലിന്റെ എവിടെയാണ് മോഹൻലാലിന്റെ എവിടെ? മോഹൻലാല് കളിച്ചോ. ഉടുപ്പ്, ശരീരം, മനുഷ്യൻ, മുത്ത്, അക്ഷയ, പെണ്ണ്, സ്ത്രീ. ഒന്നാമത്തെ വാക്ക് സ്ത്രീ. പാമ്പ് രണ്ടാമത്തെ വാക്ക്. സ്ത്രീ പാമ്പാണോ? അളേ നിനക്കറിയാമല്ലോ രാഷ്ട്രീയപരമായിട്ട് ഞാനും അവനുമായിട്ട് പല വേർതിരിവും കാണും, അഭിപ്രായ വ്യത്യാസങ്ങളും കാണും. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സീൻ ഉണ്ടാക്കണം. ഈ തങ്കം ക്ലീറ്റോയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത്. അതന്നെ ഈ തങ്കവും നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ അളി. അവൻ എന്തിനാണ് അവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളവൻ പെട്ടെന്ന് കാര്യമാക്കണ്ട. അവൻ ഈ കൊച്ചുങ്ങളെ മനസ്സാണെന്നേ. അവൻ ചിലപ്പോൾ പിണങ്ങും ഉണ്ടായിരിക്കും. പിന്നെ സാറേ ഒരു സാധനമുണ്ട് ജർമ്മൻ്റെ, അതിനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിന്നെ വിളിച്ചത് അതിനാ വിളിച്ചത്. അല്ലാതെ അവന് വിഷമാവും ക്ലീറ്റോയ്ക്ക്. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടൊന്ന് കൂടണ്ടേ? പിന്നെ വാ, കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ അലമ്പില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എന്താ അവനോട് വിളിച്ചവരുന്നത്? ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് നീ എന്താ അറിയാ അല്ലേ? അവനെ വിളിക്കാൻ അങ്ങനെ അളിയാ. അവൻ എന്തായാലും നമ്മുടെ കൂട്ടിൽ കയറൂല. അളിയാ കനകം പറ. മണമൊന്നും ഇല്ല നീ വാ. അതിന് എടാ മണമൊന്നുമില്ല, ഭാര്യയെ പേടിക്കണ്ട, മണം അടിക്കൂല. നീ വാ ഇങ്ങോട്ട്. അല്ല അവൻ ഇല്ലാതെ അതുകൊണ്ട് അവൻ അറിയാമല്ലോ, അവന് നമ്മളുമായിട്ടുള്ള വിഷയം അറിയാമല്ലോ. അല്ല ഇന്ത്യയിൽ ആരാ ക്ഷണക്കത്ത് കൊടുത്തിട്ട് കള്ളു കുടിക്കാൻ വിളിക്കുന്നത്? ഇത് നാണം നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് ഹൗസിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് വാട്സാപ്പ് വഴി പഠിക്കാം, തോരാതെ സംസാരിക്കാം അല്ലേ? വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. ഇഷ്ടമായി ഇവിടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാല്ലേ? എന്തുവാണ് ഏട്ടാ? എവിടെ പോയാലും ലില്ലിയേ ഇവിടെയെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം താ. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പേര് വിളിക്കട്ടെ? എനിക്ക് എന്തിന്? ചുമ്മാ ഇത് കാണട്ടെ. നേരെ എത്രയാണെന്നറിയാം നമുക്ക്. ആരെ കാണാൻ? നമുക്ക് ഈ കായലും ഇവിടുത്തെ ആ ബോട്ട് വരുന്നതും പോകുന്നതും കണ്ടുകൊണ്ടിരുന്നൂടെ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടോളാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കണ്ടോളാം. നീ ഇപ്പം എന്താ ആലോചന എടുക്കണേ? ഞാൻ പറയട്ടെ. ഈ റിസോർട്ട് നമുക്ക് 2-3 ദിവസമോടൊക്കെ ഇങ്ങനെ നിന്നിട്ട് പോയായിരുന്നല്ലേ? മനസ്സിലായി. അത് തന്നെ ഞാൻ ആലോചിച്ചത്. ഇതന്നെ എനിക്കറിയടേ, കുറെ നാളായില്ലേ. ചായ അയ്യാടാ, എനിക്കറിയാം ഇപ്പൊ ഇത് തന്നെ ചോദിക്കുമെന്ന്. എന്നതൊക്കെ മനസ്സിലാക്കിയോ? എന്നും രാവിലെ കിടക്കപ്പായി കിടന്നുകൊണ്ട് ചായ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചായയായിട്ട് മുന്നിൽ വരാറില്ലേ? ഇന്നിപ്പം ഞാൻ എഴുന്നേൽക്കുന്നില്ല, എനിക്ക് ചായ തരാനോ ആരെങ്കിലും വരും. എടി ഈ ചായ ചോദിക്കണം എന്തിനെന്നറിയാമോ? വെറുതെ ചായ കുടിക്കാനുള്ള ആവേശം കൊണ്ട് ആർത്തി കൊണ്ടൊന്നുമല്ല. എൻ്റെ ലില്ലിപ്പുണ്ട് ഒരു ചായയെ കൊണ്ടുവരുമ്പോൾ അവനൊരു സുഖമുണ്ട്.
നാളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ചായ കൊണ്ട് തന്നോളാം. അതിനകത്തൊരു സ്നേഹമുണ്ട്, ആ ഇന്ന് എന്തായാലും എൻ്റെ ഒരു അതിനകത്തൊരു ചായ ഇഷ്ടമുണ്ട്. ഇങ്ങോട്ട് വാ. പോയേട്ടാണ്. അച്ഛോ വേറെ കാര്യം ചോദിച്ചോട്ടെ. അച്ഛൻ പറഞ്ഞില്ലേ അമ്മ ചായ തരുമ്പോ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ചായക്കടക്കാരൻ സ്നേഹം വാ, ഇങ്ങ് വാ. ചേച്ചിയാ. കേറി വാടി. നീക്ക് വാ, തുറന്നു കിടക്കാനത്. ആ എന്തൊക്കെ അപ്പൊ ചായക്കടക്കാരൻ തരുമ്പോ എന്തോ സ്നേഹം ഇഷ്ടമാണെന്ന്. എന്താ പറഞ്ഞ അച്ഛനല്ലേ പറഞ്ഞത് അമ്മ ചായ തരുമ്പോ ഇഷ്ടവും സ്നേഹമൊക്കെ കാണുന്നത്. അപ്പൊ അച്ഛന് ചായ പോയിട്ട് ചായക്കടക്കാരൻ ചായ തന്ന അതിനകത്ത് ഇഷ്ടവും സ്നേഹം കാണും. അതിനത്ര സ്നേഹം ഇഷ്ടമൊന്നും കാണൂലല്ലോ. എന്തൊക്കെ പൊട്ടത്തരം. നല്ല ചായ ആണെങ്കിൽ അവര് സ്നേഹത്ത്. ചേച്ചി എന്തടി പിള്ളേരുടെ ചേച്ചി ഞാൻ എന്തിനാ ഇവിടെ വന്നത്? അല്ല, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നമ്മൾ സന്തോഷിക്കാൻ. നല്ല സന്തോഷം. എന്തേ നീ ഒന്നും അറിയാത്ത പോലെ നിന്നെ നോക്കല. കാരണം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്നെ കാണുമ്പോ. ഞാൻ എന്തേടി അവരുടെ കൂടെ പോകാൻ നിന്നോട് ആര് പറഞ്ഞടാ? എടി, ഇവൻ അവരുടെ കൂടെ പോയിന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇന്നലെ രാത്രി എനിക്ക് ചെവിതല തന്നിട്ടില്ല. അല്ല ഏട്ടൻ അപ്പൊ തന്നെ വന്നില്ല. ഞാൻ കുറച്ച് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അങ്ങോരുടെ ശത്രുക്കളാണ്. ഇവൻ അവരുടെ കൂടെ പോയി കള്ളു കുടിച്ച് ഇങ്ങനെ നീ വന്ന് പറഞ്ഞ ഇപ്പൊ എന്താ വഴക്കായാ? പിന്നല്ലാതെ എൻ്റെ ഒരു വിധി നോക്കണേ. എവിടെ ചെന്നാലും എനിക്ക് സന്തോഷിക്കാൻ പറ്റൂല. പിള്ളേരെന്താ എന്നിട്ട് വന്ന് അന്വേഷിക്കും. ഞാനില്ല. നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം. വാ. എന്ത് ചേട്ടനിപ്പോ എന്താ അവരോട് പോയത്? എടീ സാബു ഇവർ പരിചയമുള്ളവരല്ലേ നമ്മളത്. എനിക്ക് ക്ലീറ്റോ ചേട്ടന് ഇഷ്ടമല്ലല്ലോ. എന്നിരുന്ന് എൻ്റെ കൂടെ പഠിച്ച ആളൊക്കെ അങ്ങ് മറന്നു. പിന്നെ അപ്പൊ അവന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. നീ നല്ല ചുമ്മാരുതാണ്, നീ നല്ല മൂടുകളല്ലേ അവിടെ. അവൾക്ക് അവളുടെ വിധി അതാണ്. അത് അവള് തിരഞ്ഞെടുത്തല്ലേ, പിന്നെ അങ്ങനെയൊക്കെ തന്നെ വരും. എന്റെ പൊന്നേട്ടാ, ഇവിടെയെങ്കിലും അത് പറയാതിരിക്കാവോ? നാട്ടിലും വീട്ടിലും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇവിടെ പോയാലുള്ള കാര്യമില്ല, ഇത് കൂടെ വരുന്നുണ്ട്. പറയണ്ട ഇപ്പൊ എന്തിനാ പറയണത്? അവളല്ലേ ഇവിടെ സങ്കടപ്പെട്ടു പോയില്ലേ? പിന്നെ അവള് സങ്കടപ്പെടുമ്പോ ആർക്കാ വിഷമം? അന്നെങ്കിൽ അവിടെ നിന്നോട് ഒച്ചത്തി വിളിച്ചു പോവും. അവള് സങ്കടപ്പെടുമ്പോ ആർക്കാടി വിഷമം? അതെല്ലാവർക്കും വിഷമമുണ്ട് എന്ന് പറഞ്ഞോണ്ട്. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ എന്തായാലും ഇറങ്ങുവാണ്. ക്ലീറ്റോ അങ്ങനെ പറയില്ല ക്ലീറ്റോ. ഞങ്ങൾക്ക് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴും ക്ലീറ്റോ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റണേ? അതെ, ഇതൊന്നും മര്യാദയല്ല. അപ്പോൾ എന്ത് തെമ്മാടിത്തരമാണ് എൻ്റെ അടുത്ത് കാണിച്ചത്? ശകലമെങ്കിലും അവന് ബോധമുണ്ടാ? ഞാനെന്നാൽ ദിലീപിൻ്റെ കൂടെ കുറച്ച് ദിവസം ഒന്ന് കറങ്ങിയപ്പോൾ എന്തൊക്കെ പരാതിയും വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ശത്രുക്കളായ പൂരാട് ശശിയുടെയും സാബുവിൻ്റെ കൂടെയും പോയിരുന്ന് കള്ളം കുടിച്ചിട്ട് ഇവിടെ വന്ന് ഷോയും കാണിക്കും. അവൻ അവരെ പോയി കണ്ടുപിടിച്ചില്ല. അവനൊന്ന് അവരെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് അവൻ അപ്പൊ തന്നെ വന്നു. ക്ലീറ്റോ അല്ലേ തലവേദനയാന്ന് പറഞ്ഞ് പോയി കിടന്നത്. ക്ലീറ്റോ അതെ, അവൻ കള്ളു കുടിച്ചാലേ നീ കണ്ടോ? എന്തിനാ കണ്ട? ഞാൻ അപ്പൊ തന്നെ മണിപ്പിച്ചു നോക്കി. ഒരു മണം പോലും ഉണ്ടായില്ല. മണമില്ലായിരുന്നല്ലോ. മണമില്ലായിരുന്നു. അത് ജർമ്മൻ സാധനമാണ് അടിച്ചത്, മണമില്ലാത്ത സാധനം. മറ്റേ റോസാപ്പൂവിന്റെ മണമുള്ളത് അതാണ്. റോസാപ്പൂവിന്റെ മണം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അവൻ സ്പ്രേ അടിച്ചത്. ഈ കൂടുതൽ ന്യായീകരിക്കണ്ട. മതി, ഇവിടത്തെ നമ്മുടെ ഇതെല്ലാം മതി. ഇറങ്ങാൻ ചുമ്മാരി. എനിക്കിങ്ങനെ നമ്മളെ കൂട്ടത്തിൽ വന്നാൽ നമ്മളെ കൂടെ നിൽക്കണം. എൻ്റെ കൂപ്പൺ അടിച്ചിട്ട് എൻ്റെ കൂടെ വന്നിട്ട് അവന്മാരെ കൂടെ പോയി മദ്യം മണപ്പിച്ചിട്ട് നടക്കാൻ നാണമില്ലേ അവന്? നീ ഇതെവിടെയായിരുന്നടാ? അവനും പോയി എൻ്റെ ശത്രുക്കളെ കൂടെ. എവിടെ? എന്തോ ഒരു വർത്താനം അച്ഛമ്മി പറയുന്നേ. ഞാൻ ആ കുക്കറുമായിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അടുക്കളയിലെ കുക്ക് ചെയ്യുന്നേ. അയാളോട്ട് കാര്യം പറഞ്ഞ ഈ വിഭവത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എടാ, നീയും എൻ്റെ ശത്രുക്കളെ കൂടെ പോയി അവന്മാരെ മദ്യം വാങ്ങിച്ച് കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങി. എന്റെ മാതാവേ, മച്ചമ്മ ഇന്നലെ തലവേദനയുടെ കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ സായനം മൊത്തം കൊണ്ട് നശിപ്പിച്ചല്ലോ. എനിക്ക് തലവേദന ഉണ്ടായി, നിനക്കെന്ത്? അത് എൻ്റെ സൗകര്യം. എൻ്റെ കൂപ്പണിലാണ് നിങ്ങളെല്ലാം ഇവിടെ വന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യും. കൂപ്പണിന്റെ കാര്യം പറഞ്ഞാൽ കുണ്ടം കിട്ടിയാനെ. ആ കനകം മച്ചമ്പി പൈസ വാരി എറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആഹാരം കഴിച്ചൊന്ന് കറങ്ങി ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടായി. ഓ, അത് ശരി. ചെല്ലടാ, നീ ചെല്ലടാ അവൻ്റെ കൂടെ. ചെല്ല്. ഞാൻ പോയേക്കാം. എന്നെ ഈ റിസോർട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിനാനുള്ള പരിപാടിയല്ലായിരുന്നു. ഞാൻ നിൽക്കുന്നില്ല. ശരി, ക്ലീറ്റോന് ആഗ്രഹം ഇല്ലെങ്കിൽ ഞങ്ങൾ വരാം. ക്ലീറ്റോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും നടക്കാൻ വിധിയില്ലായിരിക്കും അല്ലേ മുത്തേ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടൊക്കെ കാണുന്നത്. പാവം എന്റെ മോള് ഇതുവരെ ഉറങ്ങിയത് പോലും. ആ കൊച്ചിനെ നോക്കിയേ, അവൻ ഇത്രയും നല്ല കട്ടിലിൽ എവിടെ കിടന്നേക്കണം. കുഴപ്പമില്ല, ഞങ്ങൾ വരാം. പോണ്ട, ഒരു കാര്യം ചെയ്യും. പിന്നെ പോയി നിങ്ങൾ വല്ല തിന്നെ കുടിക്കൊക്കെ ചെയ്യും. പോയി. വേണ്ട, കുഴപ്പമില്ല. വേണ്ട, പോണില്ല. പക്ഷെ ഞാൻ വെളി ഇറങ്ങുള്ളൂ, ഞാൻ ഇവിടെ ഇരിക്കും. പോയി, നിങ്ങൾ പോയി തിന്നെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പോയി. ആഗ്രഹമല്ലേ വാ മുത്തേ?
ഇരുന്നോണേ. ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ ഇനി ഒന്നിനും അങ്ങോട്ട് വരണമില്ല. ഓ അമ്മ കൊച്ചിനെ കൊണ്ടുപോ. ശരിക്കും ക്ലീറ്റോ ഇല്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പോലും പറ്റൂല. ക്ലീറ്റോന്റെ കൂപ്പൺ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. വന്നില്ല, ആരും വന്നില്ല. ആ, അളിയാ. കളി കളിക്കല്ലേ എടാ, പിള്ള കളിക്കല്ലേ. ഡേയ്, പോടാ. പിണങ്ങിയാണ്. ഡേയ്, എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? എടേ, നമ്മൾ വഴക്കൂടും. നമ്മൾ അളിയന്മാരമ്മ വഴക്കൂടില്ലടി. പിന്നെ കൊള്ളാം. നമ്മൾ വഴക്കൂടും, ഇണങ്ങും പിണങ്ങും ചിരിക്കും, അങ്ങോട്ട് വേണ്ടി ചിലപ്പോൾ പിടിച്ചു തള്ളും തല്ലും ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് അടിച്ചു പൊളിക്കണം. നീ പൊളിച്ചല്ലോ. ഇന്നലെ നീ പൊളിച്ചല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും കൂടെ പോയി നീ പൊളിച്ചില്ലേ? KKPP സാബുവിൻ്റെയും പൂനയുടെ ശശിയുടെയും കൂടെ പോയി മൂക്കറ്റം കുടിച്ചിട്ട് റോസാപ്പ് മണമുള്ള സാധനം വാങ്ങിച്ച് കുടിച്ചിട്ട് അവൻ. റോസാപ്പൂവാ ഈ കൊള്ളില്ലായിരുന്നടാ. ഓ, അപ്പൊ കേറ്റി നീ ഇല്ലടാ. ക്ലീറ്റോൻ ഇപ്പോഴും ഞാൻ നമ്മുടെ കൂടെ ഇരിക്കണേക്കാളും വലുത് റോസാപ്പൂവും മുല്ലപ്പൂവും ഒക്കെ. പോ ക്ലീറ്റോ. നമുക്ക് ഇന്ന് അടിച്ചു പൊളിയാം. ഇന്ന് അടിച്ചു പൊളിയാം. വേണ്ടടേ, ഒരു പൊളിയും വേണ്ട. അങ്ങനെ പറയാനേ. നമുക്ക് അടിച്ചു പൊളിയാം. ഫുഡ് ഒന്ന് സന്തോഷം. അവര് നിർബന്ധിക്കണമെങ്കിൽ, അവരോട് സമ്മതിക്കണമെങ്കിൽ ചെറുതായിട്ടൊക്കെ പൊളിക്കാം. റൊണാൾഡോ ചേച്ചനോട് പോയി കണ്ടില്ലല്ലോ. അടുക്കളയിലെല്ലാം കാണും. അടുക്കള കണ്ട നമ്മുടെ റൊണാൾഡോ ഇല്ലല്ലേ? ഇല്ല. നേരെ വെളുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതെങ്ങനെയാ പാവം? അതിനെ രാവിലെ വഴക്ക് പറഞ്ഞു. എന്തോരം വഴക്ക് പറഞ്ഞു ഇന്ന് രാവിലെ വന്നപ്പോഴത്തേനും. തോന്നിയ സമയം കാണിച്ച പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? പറയേണ്ട കാര്യം പറയും. എനിക്കും അതിന് എവിടെ പോയി പിണങ്ങി ഇരിപ്പുണ്ട്. ക്ലീറ്റോ വഴക്ക് പറഞ്ഞിട്ട്. അയ്യോ, ഒന്ന് നോക്കിയിട്ട് വരാം. റൊണാൾഡോ, ഒന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവന്റെ മുറിയിലില്ല. പിള്ളേർ കഴിക്കും, നിങ്ങൾ കഴിക്കും, ഞാൻ നോക്കാം. ബോട്ടൊന്നും പോയില്ലല്ലോ ഇവിടെ നിന്ന്. എന്തിനാ ബോട്ട് പോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോലും പോയിട്ടുണ്ട്. വേറെ ആരെങ്കിലും പിള്ളേര് കഴിക്കും. മെസ്സന്ന ചില ബോട്ട് എടുത്തോണ്ട് പോവുകയും ചെയ്യും അവൻ. പറഞ്ഞാല് ഇവിടെ റിസോർട്ടിൽ സമയമുണ്ട് ഭക്ഷണത്തിന്. പിള്ളേർക്ക് കൊടുക്കും. റൊണാൾഡോ പറഞ്ഞെടുക്കും, കുഞ്ഞിനും എടുക്കാം. റൊണാൾഡോ ഈ റൊണാൾഡോനെ കണ്ടടാ. റൊണാൾഡോ ഇന്നലെ രാത്രി കണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ട്. എന്താ ചേട്ടാ, ഈ റൊണാൾഡോനെ കണ്ടായിരുന്ന? ഇല്ല, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. എന്ത് കാര്യം? എന്ത് പറ്റി? ഇല്ല, അവനെ കാണാനില്ല. കാണാനില്ല. നോക്കാം. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? കണ്ടില്ലേ? അവിടെ കണ്ടില്ല. ഈ റിസോർട്ടിന്റെ എല്ലാ മുക്ക് മൂലയിൽ നോക്കിയിട്ട് ചെറുക്കനെ കാണാനില്ല. ഇത് എവിടെ പോയി? മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് അവിടെയൊക്കെ നോക്കിയാ? എല്ലായിടത്തും നോക്കി. പോയി നോക്കിട്ട് വരാം. വാ ചേച്ചി. എവിടെ പോയി? റൊണാൾഡോ, സന്തോഷമായിട്ട് ഒരു സ്ഥലത്ത് വന്ന അതിനെ കെടുത്താനായിട്ട്. അവനെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചു മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. നോക്കാൻ ഇടമില്ല, അവൻ എങ്ങും കാണാനില്ല. ഞങ്ങൾ നോക്കിയല്ലോ എല്ലായിടത്തും.